ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലോങ് ഗോൾഫ് കളിക്കാൻ വേണ്ട. ലോങ് ഗോൾഫ് വേണ്ട, നമുക്ക് കസ്റ്റമർ വേണ്ട, നമുക്ക് ക്രാഫ്റ്റ് പോയി വണ്ടി വേണ്ട മാപ്പ് കളിക്കാം. ഹലോ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് എന്തായാലും കളിക്കാം. എല്ലാവരും മറക്കണ്ട, എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഗോള് ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ വെറും 100 വേണ്ട 20 ലൈക്ക് ആണ്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, നമുക്ക് കളിക്കാം. ഗൈസ്, ഇത് ലോഡാവാണ്. അതായത് ആദ്യം നിങ്ങൾ ഇപ്പോഴേ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് നേരെ കളിയിലേക്ക് പോകാം. 1v1 അപ്പുറം ഗ്രൂപ്പ് വന്നാൽ മതിയല്ല, കാര വന്നേ നോക്കാം. നോക്കട്ടെ, ഒരു വുഡ്പക്കർ വേണം, പൊട്ടാസ് വേണം, വുഡ്പക്കർ വേണം. കുറച്ച് നമുക്ക് ഇങ്ങനെ മര്യാദയ്ക്ക് അധികം കീറി കളിക്കാൻ നോക്കാം. എത്ര ഞാൻ കൊടുത്തു? ഓനും പൊട്ടാസ ഗൈസ്. സോനും പൊട്ടാസാണ്. നമുക്കിനി ഡെസേർട്ടിൽ വെച്ചാൽ ഗൈസ്, അങ്ങനെ ഫാസ്റ്റത്തെ റൗണ്ട് നമ്മൾ എടുത്തു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഫസ്റ്റത്തെ കളി എടുത്തത്. സെക്കൻഡ് കളി എന്താവുന്നെന്ന് നമുക്ക് പറഞ്ഞോളാം. സെക്കൻഡ് റൗണ്ട് നമ്മളെടുത്തു. ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമേ ഗൈസ്. ബാക്ക് അടിച്ചു പോയി. എന്തായാലും നമ്മളെ വിക്ടറി. നമ്മളെന്തായാലും ഒരു ഇതും കളിച്ചെന്നാൽ ലോങ് ഗോൾഫും കളിക്കാം. ലോങ് ഗോൾഫും കൂടി കളിക്കാം നമുക്ക്. വാ, ബാക്ക് അടിക്കുക, മടുത്തു പോകും. ലോങ് ഗോൾഫ് കളിക്കാം. ലോഡിങ്. ഓപ്പോസിറ്റ് പ്ലെയറിൻ്റെ നെയിം നോക്ക് 364 69D എന്നാണ് പേര്. അതേ ലെവലൊന്നും ആയിക്കില്ല, ഇപ്പോൾ തുടങ്ങിയ അക്കൗണ്ടാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അക്കൗണ്ട് എന്തെങ്കിലും കാരണവശാൽ ഡിലീറ്റ് ആയ കൊണ്ട് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയതാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പറാക്കി വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഞാനിട്ടുണ്ട്. നമുക്ക് എന്നാലും ഇവിടെ കുറച്ച് നിൽക്കാം. ഓനെ കാണാണ്ടിട്ട് റിസ്ക്കാ. ഓൻ കുത്തിപ്പിടിക്കുന്ന കണ്ണെടുത്തരൊക്കെ ഉണ്ടാ. അതാ ഫസ്റ്റ് കളി അടിച്ചു. എന്റേതാണല്ലോ ഫസ്റ്റ് കളി നമ്മൾ എടുത്തു. സെക്കൻഡ് കളി ആയിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് ബാക്ക് അടിച്ച് പോയ മോഞ്ച് കേട്ടോ. നമ്മൾ കളി ജയിക്കല്ലോ. നമുക്ക് അടുത്ത കളി ഒരാട് തന്നെ കളിക്കാറ് ഡോട്ട് അൺട്രസ്റ്റ്മേറ്റ് കളിക്കാറിയ അൺട്രസ്റ്റ്മേറ്റ് ചെയ്യരുത്. എനിക്ക് പൊട്ടാസിടാം. ഒന്നും നമുക്ക് കളിച്ചില്ല. അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തതാണ് വലിയൊരു പ്രോബ്ലം. ഒരു മാർക്ക് എന്തായാലും കിട്ടി. ഇങ്ങോട്ട് വന്നത് കുത്തിപ്പിടിച്ചിട്ടാണ് കളി എടുത്ത്. പെട്ടെന്ന് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിപ്പോയി. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ തോറ്റുപോയാൽ നമുക്ക് തന്നെയല്ലേ ഇതാവാ, എന്താ അഭിമാന പ്രശ്നം.
അതുകൊണ്ട് ഞാൻ പിന്നെ എട്ടടിക്കാതെ കഴിഞ്ഞു. പത്ത് കളി വേണ്ടിയാണ് കിട്ടാല്ലേ നമ്മൾ സെക്കൻഡ് റൗണ്ട് അങ്ങനെ എടുത്തു. യെസ്, സെക്കൻഡ് റൗണ്ട് നമ്മൾ എടുത്തു. അത് നിങ്ങളെ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രം. അവനടുത്ത വിൻസർ 3 എടുത്താലേ പൊളിക്കാൻ ആ സ്കോപ്പിട്ടടിക്കുക. ഇപ്പോഴത്തെ പ്ലെയറായതിനെ കൊണ്ട് സ്കോപ്പ് ഇങ്ങനെക്കും സ്കോപ്പിടും കറക്റ്റ് ആയിട്ട് അടിക്കും. ആ സ്കോപ്പ് ഇടുന്നുണ്ട് ആ സ്കോപ്പ് ഇടിക്കാൻ. സ്കോപ്പ് ഇട്ട് ഞാൻ കയറിപ്പോയി. അയ്യോ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. എടാ ഇങ്ങോട്ടൊക്കെയാണ് എല്ലാവർക്കും എടാ ഞാൻ അങ്ങനെ പെട്ടെന്ന് നോക്കും ബാഗ് നോക്കി പിന്നെ ഗ്ലൂ ഇടാൻ തീരെ കഴിഞ്ഞില്ല. നമുക്ക് മസ്കോപ്പ് വേണം. കുറേ കൊടുത്തു. അയ്യോ മണ്ണിൽ കാണിച്ചു. നമ്മൾ 4ാമത്തെ റൗണ്ട് നമ്മൾ എടുത്തു. ഇതൊന്നും അവൻ ഇപ്പം ബാക്ക് അടിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതൽ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൈഡിൽ നമുക്ക് സ്കോപ്പ് ഇട്ടടിക്കത്തില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും നോക്കാം ഗൈസ്. അവരെന്നെ അടിച്ചു. അത് വലിയ മണ്ടത്ത് തരും. വീണ്ടും കഴിയുമ്പോഴത്തേക്ക് അതെന്ത് കഴിയപ്പേന്ന് എനിക്ക് വല്ലാത്ത കഴിയപ്പേ. ഞാൻ എടുക്കുന്നില്ല. ആ പൊട്ട സ്കോപ്പ് നോക്കാം നമുക്ക്. വേണ്ട ഞാനല്ല ആ സ്കോപ്പിൽ വന്നാൽ അയ്യോ അടിയോ എനിക്ക് വന്നാൽ തന്നെ ഞാൻ എനിക്ക് സോണിയായത് സോണിയായി. അപ്പോഴത്തേക്ക് നമ്മൾ കളി ജയിച്ചു. അവസാനത്തെ കളി സോണി ഉള്ളത് കൊണ്ട് ഞാൻ ജയിച്ചു. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എന്നാലും വൈൻഡപ്പിൻ്റെ കുറച്ച് കാര്യം പറയാം. അതൊന്ന് ലോബിയിലെത്തട്ടെ ഗായ്സ്. എനിവേ ഗായ്സ് നമുക്കിവിടെ അതിൻ്റെ പേരിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആരും മറക്കരുതെന്ന് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോ ഇടാൻ കഴിയുള്ളൂ. അവിടെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എനിവേ ഞാൻ പോകുന്നു. ബൈ ലവ് യു ഓൾ. വൈൻഡപ്പ്.